الحمد لله الحمد لله الذي خلق الإنسان من علق وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ഗ്രഹിക്കാനും തികഞ്ഞ ജാഗ്രതയോടുകൂടി അവയെ ജീവിതത്തിൽ പുലർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതരായ ആളുകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ കുറെ ഖുതുബകളിൽ നമ്മൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെയും ദൗത്യത്തെയും സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയിരുന്നു. അഥവാ ആ ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം പൊതുവിൽ പ്രവാചകരുടെ ദൗത്യം, പ്രൊഫറ്റിക് മിഷൻ എന്ന് പറയുന്ന സംഗതികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവിടെ നമ്മൾ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ അനുസ്മരിക്കേണ്ടതാണ്. അതായത് നമ്മൾ ചരിത്രം വായിക്കേണ്ടത് പ്രസന്റിലായിരിക്കണം, അഥവാ വർത്തമാന കാലത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഒരു ചരിത്രമായിട്ടല്ല, അതൊരു ഓൺഗോയിങ് മിഷൻ ഓഫ് അബ്രഹാം എന്ന സ്വഭാവത്തിലാണ് നമ്മളതിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രവാചകരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയായിട്ട്, വേറൊരു നിലക്ക് പറഞ്ഞാൽ ജീവിതത്തിന്റെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിലുള്ള ദൈവിക നിർദ്ദേശത്തിന്റെ പൂർണ്ണമായൊരു മാതൃകയായിട്ടാണ് നമ്മൾ പ്രവാചകരുടെ ജീവിതത്തെ സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നൊരു വിഷയം അതും ഓർമ്മിക്കേണ്ടതാണ്. തുടർന്നുള്ള പരാമർശങ്ങൾ കൃത്യമായി ഗ്രഹിക്കുന്നതിന് അതും സഹായകമാകും. അത് ഹജ്ജിന്റെ മാനവികമായ സന്ദേശം, ഹജ്ജിന്റെ ചില ചടങ്ങുകൾ, ഉദാഹരണം എന്ന നിലക്ക് മാത്രം അത് നമ്മളിവിടെ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിക്കുകയും പറയുകയും ചെയ്തിരുന്നു. ഇനി ഇത് വെച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുവായി പ്രൊഫറ്റിക് മിഷൻ, പ്രവാചക ദൗത്യം അല്ലെങ്കിൽ നുബൂവത്ത് എന്ന പദത്തിൽ ആ ഒരു ദൗത്യം എന്നതും കൂടി അടങ്ങിയിട്ടുണ്ട്. നുബൂവത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവ്യബോധനം അല്ലെങ്കിൽ നബിമാർ എന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ അതിപ്പോ നിലനിൽക്കുന്നില്ല. അതേസമയം ദൗത്യം എന്ന നിലക്ക് അത് എക്കാലത്തും നിലനിൽക്കുന്നു എന്നാണ് കാണേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ചരിത്രത്തെ വായിക്കേണ്ടത്
അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കഥകളെ നമ്മൾ സമീപിക്കേണ്ടത് കേവലം ഹിസ്റ്റോറിക്കൽ റിലിക്സ്, ഈ ചരിത്രപരമായ ശേഷിപ്പുകൾ എന്ന നിലക്കല്ല, മറിച്ച് അവര് ലിവിങ് ആർക്കിടൈപ്സ് എന്ന് പറയാം. പറഞ്ഞാൽ ജീവത്തായി, സജീവമായി ഇപ്പോഴും നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുള്ള മാതൃകകളായാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ കേവലം ചരിത്ര വ്യക്തികളല്ല, അത് അനന്തമായ കാലാതീതമായ മനുഷ്യ സമരങ്ങളെ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളെ, ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് അവർ എന്ന തിരിച്ചറിവോടുകൂടി അവരെ സമീപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മനുഷ്യ ചരിത്രത്തിൽ ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പറഞ്ഞാൽ പടച്ചതമ്പുരാൻ പറയുന്നത് മനുഷ്യനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്നൊരു പ്രയോഗമുണ്ട് ഖുർആൻ. മനുഷ്യനെ നാം ക്ലേശത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ജീവിതത്തിന് വേണ്ടി ക്ലേശിക്കുക, ജീവിതം നന്നാക്കുവാൻ വേണ്ടി ക്ലേശിക്കുക, ഇവിടെ തന്നെയും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിശ്വാസികളിൽ തന്നെ ചിലർ എന്താണ് തേടുന്നത്? തേട്ടം വളരെ പ്രധാനമാണ്. അയിന തദ്ഹബൂൻ എന്ന് ഖുർആൻ ചോദിക്കണം. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ നിങ്ങൾ എന്താണോ തേടുന്നത് ആ വഴിയിലാണല്ലോ നിങ്ങൾ പോവുക. സ്വാഭാവികമായും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും പലതരത്തിലാവാം. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത് ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, അവർ പ്രാർത്ഥിക്കുന്നത് പടച്ചതമ്പുരാനെ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ എല്ലാം തരണമേ എന്ന്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരണമേ എന്നവർ പ്രാർത്ഥിക്കും. ഇനി ഈ കൂട്ടത്തിൽ അവിശ്വാസികളും ഉണ്ടാവാം. പ്രാർത്ഥനയെ പ്രയത്നം എന്ന അർത്ഥത്തിൽ എടുത്തിട്ട് ആ റബ്ബിനെ വിളിക്കുന്ന ഭാഗം അങ്ങോട്ട് കട്ടിയതാണ്. അങ്ങനെ വരുമ്പോൾ അവരിലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യത്നിക്കുന്നവർ, അവർക്ക് ഭൗതികമായത് കിട്ടൂല കൊടുക്കൂല എന്നൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല, കൊടുക്കുന്നും പറഞ്ഞിട്ടില്ല. ഫമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് എന്ന് മാത്രമേ പറയൂ. അവർക്ക് ആഖിറത്തിൽ യാതൊരു വിഹിതവുമില്ല, അത് ഉറപ്പാണ്. ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാര്, അവർക്ക് ആഖിറത്തിൽ യാതൊരു വിഹിതവുമില്ല, അത് പടച്ചോൻ പറയുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് അങ്ങേയറ്റം ഭൗതികരായിട്ട്, അങ്ങേയറ്റം അക്രമാസക്തരായിട്ട് ജീവിക്കുന്നവർ പല നേട്ടങ്ങളും കൈവരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിലെ പരിമിതി നിമിത്തം നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് മൂസാ നബി അലൈഹി സ്വലാമക്ക് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പടച്ചോനെ, ഈ ഫിറൗനിനും ആളുകൾക്കും ഒക്കെ എല്ലാ സമൃദ്ധിയും നീ കൊടുക്കുകയാണല്ലോ, നിന്റെ ആളുകളായിട്ടുള്ള ഈ ഇസ്രായേൽ സമൂഹം അങ്ങേയറ്റം പരിവട്ടത്തിലും അടിമത്തത്തിലും ഒക്കെ കഴിയുകയാണല്ലോ. ആ സമയത്താണ് പോലും ചില മുഫസ്സിറുകളുടെ വ്യാഖ്യാനം അനുസരിച്ച് സൂറത്തുൽ കഹ്ഫിലെ ഖിളറുമായിട്ടുള്ള സംഗമം എന്നൊരു സംഭവം നടന്നു. അപ്പൊ സംഭവങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനാണ് ഖിളർ വന്നത്. നമ്മൾ പലതരത്തിലുള്ള ഭാവനകളിലൂടെയാണ് ഖിളർ എന്ന വ്യക്തിത്വത്തെ മനസ്സിലാക്കിയത്. അതിലൊന്നിനും വിശുദ്ധ ഖുർആന്റെ അടിത്തറയില്ല, അതിലൊന്നിലും സഹിയായ ഹദീസുകളുടെ, ഓതന്റിക്കായ ഹദീസുകളുടെ പിൻബലമില്ല. കഥ പറയുന്നതിന് നമ്മൾ എതിരല്ല. കഥകൾ വളരെ പ്രധാനമാണ്. ജീവിതത്തെ, അതിന്റെ സന്ദേശത്തെയൊക്കെ പഠിപ്പിക്കുന്നതിന് സൂഫിയാക്കളൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരീഅത്തിനെ മറികടക്കുന്ന ഒരു നബി, ഹഖീഖത്തിന്റെ അല്ലെങ്കിൽ മഅരിഫത്തിന്റെ നബി, അങ്ങനെ ഒരു നബി ഇല്ല. വിശുദ്ധ ഖുർആൻ ഖിളറിനെ ഒരു പ്രവാചകനായിട്ട് പഠിപ്പിച്ചിട്ടുമില്ല. അബ്ദും മിൻ ഇബാദിന എന്ന് മാത്രമേ പറയൂ. നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസൻ, അള്ളാഹുവിന്റെ ദാസ്യവൃത്തി ചെയ്യുന്നവരാണല്ലോ ലോകത്തുള്ള സകലതും. വലഹു അസ്ലമ മൻഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സകലതും അവന് മുസ്ലിങ്ങളായിക്കൊണ്ട് ജീവിക്കുന്നു എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അക്കൂട്ടത്തിൽ ഒരാൾ. അപ്പൊ സംഭവങ്ങൾക്ക് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള തലങ്ങളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം 3 സംഭവങ്ങൾ ദർശിച്ചു. 3ഉം ബാഹ്യമായ വീക്ഷണത്തിൽ അദ്ദേഹത്തിന് അതിന്റെ പൊരുള് പിടികിട്ടിയില്ല, അത് ചോദിക്കുകയും ചെയ്തു. അവസാനം ഖിളർ വിശദീകരിക്കുമ്പോൾ അതിന് ആന്തരികമായൊരു തലമുണ്ട്. ഓരോ പ്രവൃത്തിയുടെയും ഓരോ സംഗതിയുടെയും കാര്യകാരണ ബന്ധം പരിശോധിക്കുമ്പോൾ അതിന് ഭൗതികമായ ഒന്നുണ്ട്, അതേസമയം അഭൗതികമായ മറ്റൊന്നുകൂടിയുണ്ട്. ചില സമയത്ത് പ്രവാചകന്മാർക്ക് ഇത് രണ്ടിനും ഇടയിലുള്ള ആ ഒരു മറയുണ്ടല്ലോ, അത് പടച്ചോൻ അങ്ങോട്ട് നീക്കി കൊടുക്കും. അങ്ങനെ നീക്കിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മിഅ്റാജ് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ.
അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു സന്ദർഭം മുഫസ്സിറുകളുടെ വ്യാഖ്യാനം ശരിയാണെങ്കിൽ അല്ലാഹു അലം, മൂസാ നബി അലൈഹിസ്സലാം പോലും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി, എന്താണ് ദുഷ്ടൻ പന പോലെ വളരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ വളരെ താൽക്കാലികമാണ്, നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇത് അപ്രധാനമല്ല. അതുകൊണ്ട് തുടർന്ന് ഖുർആൻ പറയുന്നത് വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. വേറെ ചിലരുടെ പ്രാർത്ഥനകൾ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയാണ്, പക്ഷെ അതിലും ദുനിയാവുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ, പക്ഷെ ദുനിയ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഹസന. പടച്ചതമ്പുരാനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് തരണം നല്ലത് മാത്രം, വിഹിതമായതും ഗുണപ്രദമായതും നീ ഞങ്ങൾക്ക് തരണം എന്നാണ്. നീ അനുവദിക്കുന്നത്, നീ അംഗീകരിക്കുന്നത് ഞങ്ങൾക്ക് തരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ നിർത്തിയില്ല, വഫിൽ ആഖിറത്തി ഹസന, തുടർന്നുള്ള ജീവിതത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് പ്രദാനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. അവിടെ അഹസന അല്ലെങ്കിൽ ഹസന, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അസാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന. അപ്പോഴെന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദുനിയാവിനെ അങ്ങോട്ട് വിട്ടുകളയുക എന്നുള്ളതല്ല, അതേസമയം ദുനിയാവിലുള്ള അവസ്ഥ കണ്ടിട്ട് നിരാശരാവുക എന്നതുമല്ല. ഇവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ സ്ട്രഗിൾ, ടൈംലെസ് ഹ്യൂമൻ സ്ട്രഗിൾ. ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് പ്രവാചകരുടെ ജീവിതവും ദൗത്യവും എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആ സ്ട്രഗിള് യഥാർത്ഥത്തിൽ എന്തിനെതിരെയാണ്? മനുഷ്യർക്കിടയിലുള്ള സംഘർഷത്തെ സംബന്ധിച്ച് പല ചരിത്രകാരന്മാരും അതുപോലെ പല സൈദ്ധാന്തികരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാൾ മാർക്സിന്റെ ഒക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആരംഭിക്കുന്നത് തന്നെ വർഗസമരങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. അതിലൊരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളത് തള്ളിക്കളയല്ല. പക്ഷെ ഇത്തരം സമരങ്ങളുടെ അടിസ്ഥാനം എന്താണ് അല്ലെങ്കിൽ എന്താവണം? പ്രവാചകരുടെ ജീവിതത്തെ മുൻനിർത്തി പരിശോധിച്ചാൽ എഗെയിൻസ്റ്റ് സെൽഫിഷ്നെസ്, എഗെയിൻസ്റ്റ് സെൽഫ് ഡെലൂഷൻ, എഗെയിൻസ്റ്റ് ടിറണി, എഗെയിൻസ്റ്റ് റേസിസം, എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് എഗെയിൻസ്റ്റ് ഫോൾസ്നെസ് ആൻഡ് മെന്റാസിറ്റി എന്ന് പറഞ്ഞാൽ അവര് സ്വാർത്ഥതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. അതാണ് അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ പോരാട്ടത്തെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? സ്വാർത്ഥതയ്ക്കെതിരായിട്ട്, അതോടൊപ്പം വ്യാമോഹങ്ങൾക്കെതിരായിട്ട്, ദുരധികാരങ്ങൾക്കെതിരായിട്ട് അള്ളാഹുവിനുള്ള ഇബാദത്ത് പൂർത്തീകരിക്കപ്പെടുന്നത് ത്വാഗൂത്തിനെ നിരാകരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് പ്രാവശ്യം വിശദീകരിച്ച വിഷയമായതുകൊണ്ട് അത് വിടും. ടിറണിക്കെതിരായിട്ട്, ദുരധികാരത്തിനെതിരായിട്ട്, റേസിസത്തിന്, വംശീയതക്കെതിരായിട്ട്, ഇൻജസ്റ്റിസ്, അനീതിക്കെതിരായിട്ട്, അതോടൊപ്പം തന്നെ ഫോൾസ്നെസ് ആൻഡ് മെന്റാസിറ്റി, വ്യാജത്തിനും വ്യാജവാദങ്ങൾക്കും എതിരായിട്ട്, അതിനെതിരായിട്ടുള്ള നിരന്തരമായ സമരമാണ് ജീവിതം എന്ന് പ്രവാചകരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരെന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് മനസ്സിലാകും. ഫോർ മേഴ്സി, ഓരോന്നിന്റെയും ഓപ്പോസിറ്റ് സൈഡ്. ഫോർ മേഴ്സി, ഫോർ സെൽഫ് റെസ്പെക്ട്, ഫോർ ഫ്രീഡം, ഫോർ ഹ്യൂമാനിറ്റി, ഫോർ ജസ്റ്റിസ്, ഫോർ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് വെറാസിറ്റി. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അവർ പൊരുതിയത്, അല്ലെങ്കിൽ മനുഷ്യൻ പൊരുതേണ്ടത്. ഒന്ന് ദയ, കാരുണ്യം, അതാണ്. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട്, നേരത്തെ പറഞ്ഞത് സെൽഫ് ഡെല്യൂഷൻ, അത് വ്യാമോഹങ്ങളാണെങ്കിൽ ഇവിടെ ആത്മബോധമാണ്, ആത്മാഭിമാനമാണ്. അവിടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഫോർ ഹ്യൂമാനിറ്റി, അത് റേസിസത്തിന് വേണ്ടിയല്ല, മറിച്ച് മാനവികതയ്ക്ക് വേണ്ടിയാണ്. ഫോർ ജസ്റ്റിസ്, അത് നീതിക്ക് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ അത് സത്യത്തിന് വേണ്ടിയും സത്യമാർഗത്തിന് വേണ്ടിയുമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം, ആ മിഷന്റെ ഒരു സാർവകാലിക പ്രസക്തിയെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണം. എന്ന് പറയുമ്പോൾ അവരുടെ ചരിത്രത്തെയും അവരെ കുറിച്ചുള്ള വിവരണങ്ങളെയും ട്രാൻസ്ഹിസ്റ്റോറിക്കലായിട്ട്, അതായത് ചരിത്രത്തെ അതിവർത്തിക്കുന്ന ഒന്നായിട്ട് നമ്മൾ വായിക്കണം. ധാർമ്മികതയുടെ ദർപ്പണമായിട്ട് എക്കാലത്തും നിലനിൽക്കുന്നവരാണ് അവർ, ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നവർ. ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഇത് ഏതോ കാലത്ത് കഴിഞ്ഞു പോയ കഥ, അതിനെ വളരെ ഇമോഷണലായിട്ട് മാത്രം, ഇമോഷണലായിട്ടുള്ള എക്സിസ്റ്റൻഷ്യലായിട്ട് വായിക്കണം. അവരിപ്പോഴും നിലനിൽക്കുന്നു എന്ന സ്വഭാവത്തിൽ, അവരുടെ കൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവരുണ്ട് എന്നുള്ള സ്വഭാവത്തിൽ ആ ചരിത്രത്തെ വായിക്കണം. അവരോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അവരെ അറിയാനും പഠിക്കാനും ശ്രമിക്കണം. എന്ന് പറയുമ്പോൾ അവർ എക്കാലത്തും നിലനിൽക്കുന്നവരാണ്, മരണമില്ലാത്തവരാണ്. പ്രവാചകന്മാരുടെ മരണമില്ലായ്മയെ സംബന്ധിച്ച്, അവരുടെ അനശ്വരതയെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ പറയാൻ നമുക്ക് താല്പര്യമുണ്ട്. അവരുടെ ശരീരം മണ്ണ് തിന്നില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ അതിനൊന്നും തള്ളിക്കളയല്ല. പക്ഷെ അതല്ലല്ലോ പ്രശ്നം.
മണ്ണ് തിന്നാലും തിന്നില്ലെങ്കിലും മണ്ണിന് മുകളിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ ദൗത്യവും അവരുടെ കൽപ്പനകളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ പാഠങ്ങളും നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ചരിത്രത്തെ സമീപിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക്, ദിഷണാശക്തിയുള്ളവർക്ക്, ചിന്താശേഷിയുള്ളവർക്ക് അവരുടെ കഥകളിൽ, അവരുടെ ഖസസ്, അവരുടെ ചരിത്രങ്ങളിൽ തീർച്ചയായിട്ടും വലിയ പാഠമുണ്ട് എന്നാണ് പറയുന്നത്. മാകാന ഹദീസൻ യഫ്തറ, അവരുടെ വർത്തമാനങ്ങൾ ഒന്നും തന്നെ വ്യാജമായിട്ടുണ്ടാക്കിയതല്ല. ഇത് പറയുന്നത് ഖുർആനെ സംബന്ധിച്ചാണ് കേട്ടോ. ഖുർആൻ വ്യാജമായിട്ടുണ്ടാക്കിയതല്ല, അങ്ങനെ ഉണ്ടാക്കുക സാധ്യമേ അല്ല. പക്ഷെ ഖുർആൻ ഇത് പറയുന്നത് ചരിത്രം പറയുന്ന സന്ദർഭത്തിലായതുകൊണ്ട് ഖുർആനിൽ പറയുന്ന ചരിത്രത്തിലേക്ക് ഇത് പ്രത്യേകം ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കും. മാകാന ഹദീസൻ യഫ്തറ, ആ വർത്തമാനങ്ങൾ ഒന്നും തന്നെ വ്യാജമായിട്ടുണ്ടാക്കിയതല്ല, അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈ, ഇതിനു മുമ്പുള്ള, അവിടെയും ഖുർആൻ തന്നെയാണ് ഉദ്ദേശം. ഖുർആനിന് മുമ്പുള്ള എന്ന് പറയുമ്പോൾ പൂർവ്വവേദങ്ങളാണ്, എന്നാൽ പറയുന്നത് ചരിത്രമാണ്. ഇതിനു മുമ്പുള്ള ശരിയായിട്ടുള്ള ചരിത്രത്തെ സത്യപ്പെടുത്തുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. തഫ്സീല കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലുമുള്ള ശരിയായ വിശദീകരണമാണ്. വഹുദം വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ, അത് സന്മാർഗമാണ്, അനുഗ്രഹമാണ്. അതോടൊപ്പം അത് ഈ മുഅ്മിനീകളായിട്ടുള്ള തിരിച്ചറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിദായത്താണ്, അവർക്ക് കാരുണ്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ പ്രവാചകന്മാരിലുള്ള മാതൃക, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോഴും ഖുർആൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണല്ലോ അത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് വലിയ മാതൃകകളുണ്ട്. ആ മാതൃകകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇത്രയും വിശകലനം ചെയ്തത്. അതാണ് ഇവിടെ പറഞ്ഞ കാലാതീതമായിട്ടുള്ള മാതൃകകൾ. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, കേവലം ഇമോഷണൽ ആയിട്ടല്ല, എക്സിസ്റ്റൻഷ്യൽ ആയിട്ടാണ് ഇതിനെയൊക്കെ സമീപിക്കേണ്ടത്. നമ്മളതിന് അനാവശ്യമായിട്ട് ഇമോഷന്റെ പ്രാധാന്യത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല. നമുക്ക് കൂടുതൽ വൈകാരികമായ അടുപ്പം പ്രവാചകന്മാരുമായിട്ട് ഉണ്ടാവണം. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ കുറെ കരഞ്ഞു തീർക്കലാണ്. ഒരാൾ വന്നിട്ട് ആ ചരിത്രമൊക്കെ വളരെ ഒരു കഥാപ്രസംഗക്കാരന്റെ ചടുലതയോടുകൂടി, കഥാപ്രസംഗമൊക്കെ നമുക്ക് ഹറാമാണെങ്കിലും ഈ വയലിലും അതുപോലെ മതപ്രഭാഷണത്തിലൊക്കെ പ്രസംഗം ഏതാണ്, പാട്ട് ഏതാണ് എന്ന് തിരിയാത്ത കോലത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് വിമർശിക്കുന്നൊന്നുമല്ല. അത്തരം ആവിഷ്കാരങ്ങളൊക്കെ പ്രധാനം തന്നെയാണ്. പക്ഷെ അതങ്ങനെ കേട്ടിട്ട് നമ്മുടെ കണ്ണുനീരങ്ങനെ കുടുകിടാ ഒഴുകുന്നതോടുകൂടി അതങ്ങ് ഡിസ്ചാർജ് ആയി. അവരുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇമോഷൻ പോലും ശേഷം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം നിലനിൽക്കുന്നില്ല, ഒഴുകുന്ന കണ്ണീരിനൊപ്പം അതങ്ങോട്ട് ഡിസ്ചാർജ് ആയി പോവുകയാണ്. അതേസമയം ഇവിടെ പറഞ്ഞതുപോലെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ട്, കൂടുതൽ ഗഹനമായിട്ട്, കൂടുതൽ അർത്ഥവത്തായിട്ട്, കൂടുതൽ താത്വികമായിട്ട്, കൂടുതൽ ആഴത്തിൽ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് കേവലം ടച്ചിങ് ടെയിൽസ് മാത്രമായി മാറില്ല. അത് അമിത വൈകാരികതയുടേതായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടും. അമിത വൈകാരികത യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അതിനെ വിച്ഛേദിച്ച് കളയും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ കാലത്ത് അവർ എങ്ങനെ ജീവിക്കും. സ്വാഭാവികമായും നമ്മുടെ കാലത്ത് അവരില്ലാത്തത് കൊണ്ട് അവരുടെ സ്ഥാനത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും, ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാലത്ത് അവരെങ്ങനെ ജീവിക്കും വേറൊന്നും കൂടി ചിന്തിക്കണം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്നാൽ പ്രവാചകൻ ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ, അന്ന് നിലനിന്നിരുന്ന ഒരുപാട് ധാരണകളെയും മാമൂലുകളെയും സമ്പ്രദായങ്ങളെയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുകയും തകർക്കുകയുമാണ് ചെയ്തത്. കുറെ ആളുകൾ പ്രവാചകനെ എതിരിൽ നിന്നു, കുറച്ചാളുകൾ പ്രവാചകന്റെ കൂടെ കൂടി. നേരത്തെ തന്നെ സമരത്തിൻ്റെതായ തീപ്പൊരി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആളുകൾ അവര് പ്രവാചകന്റെ കൂടെ കൂടുകയും ചെയ്തു. ഇതൊരു വലിയ പരിവർത്തനമാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ധർമ്മത്തിലേക്കുള്ള യാത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ കൂടി. ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ആ കാലത്ത് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക? നമ്മുടെ ഈമാൻ, അതോ അതിന്റെ ദൗർബല്യം, അതിന്റെ ബലം, ഇതൊക്കെ സ്വയം പരീക്ഷിക്കണമല്ലോ. ഒരു ആത്മപരിശോധനയുടെ ഭാഗമായിട്ട് ഇക്കാലത്താണ് പ്രവാചകൻ വരുന്നതെങ്കിൽ, ദസ്തേവസ്കിയുടെ ബ്രദേഴ്സ് കരമസോവിൽ ഒരു കഥ ഉണ്ടല്ലോ. ആ കഥ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തിരിച്ചു വരുന്നത് പാരബിൾ ഓഫ് ദി ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന പേരിൽ, അത് തത്വചിന്തയിൽ, പാശ്ചാത്യ തത്വചിന്തയിലൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള സംഗതിയാണ്. വെസ്റ്റില് ഫിലോസഫിയും ഫിക്ഷനും തമ്മിൽ അങ്ങനെ സജീവമായ ബന്ധമുണ്ട്. ഇവിടുത്തെ മാതിരിയല്ല, എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതിനൊരു അവാർഡും വാങ്ങിച്ചിട്ട് വലിയൊരു എഴുത്തുകാരനാണ് എന്ന് നടിക്കുന്ന സ്വഭാവത്തിലല്ല അവിടെ ഉള്ളത്. അവിടെ ഇത്തരം സംഗതികളൊക്കെ വളരെ തത്വശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യും. പാരബിൾ ഓഫ് ദി ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വരികയാണ്. സെവിയ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. സെവിയ എന്ന് പറഞ്ഞാൽ സ്വീഡനിലാണ്.
അങ്ങേയറ്റത്തെ കഠിനവും ക്രൂരവുമായ ഇൻക്വിസിഷൻ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സ്ഥലമാണ്. കഠിനവും ക്രൂരവുമായിട്ടുള്ള ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മതദ്രോഹ വിചാരണ. പുരോഹിതന്മാരെന്ത് പറയുന്നു അതിനപ്പുറം പറയാനോ ചിന്തിക്കാനോ. അത് ഓർവെലൊക്കെ പറഞ്ഞ തോട്ട് പോലീസിന്റെ മാതിരിയാണ്. തോട്ട് പോലീസ് എന്ന് പറഞ്ഞാൽ ചിന്ത പോലും കുറ്റകൃത്യമാകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് 1984 എന്ന നോവലില് ഓർവെൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ പോലും കുറ്റകരമായി മാറുന്ന അന്തരീക്ഷം പലപ്പോഴും അങ്ങനെയുള്ള ഒരു തിയോക്രസി എന്ന പേരിൽ പൗരോഹിത്യത്തിന്റെ പുരോഹിത വാഴ്ചയുടെ പിടുത്തത്തിൽ സമൂഹം നിലനിന്നിരുന്ന കാലത്ത് എതിരായിട്ട് ആരെങ്കിലും ശ്വാസം വിട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരെ വിചാരണ നടത്തും. അതിനാണ് ഇൻക്വിസിഷൻ എന്ന് പറയാ. ഇൻക്വിസിഷൻ ആരെങ്കിലും വിധേയനായിട്ടുണ്ടെങ്കിൽ അതിന്റെ തീർപ്പ് എന്താണെന്ന് അറിയാൻ ഈ വിചാരണ തീരുന്നവരെ കാത്തു നിൽക്കേണ്ടതില്ല. ചില വിചാരണകൾ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ സ്മാർത്ത വിചാരമൊക്കെ പോലെയാണ്. സ്മാർത്ത വിചാരം എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങളെ ദുർനടപ്പ് ആരോപിച്ചിട്ട് വിചാരണ ചെയ്യലാണ്. അതിന് ശാസ്ത്രീയമായ മാതൃകയൊന്നുമില്ലല്ലോ, മാർഗങ്ങളൊന്നുമില്ലല്ലോ അത് തെളിയിക്കാൻ. വിചാരണക്കൊരു പെണ്ണ് വിധേയമായിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം തീരുമാനം. അതിന് ശരിതെറ്റുകൾ നോക്കാനുള്ള മറ്റ് അവലംബങ്ങളോ അല്ലെങ്കിൽ മറ്റ് രീതികളോ ഒന്നുമില്ല എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ സംഭവം. അങ്ങനെ ഏറ്റവും ക്രൂരമായ ഇൻക്വിസിഷന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സെവിയെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം വരുന്നത്. യേശുക്രിസ്തു വരുന്നത്. അപ്പൊ യേശുക്രിസ്തു രണ്ടാമത് വന്ന് അദ്ദേഹം പ്രബോധനമൊക്കെ നടത്തി അത്ഭുത കൃത്യങ്ങൾ. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുഅ്ജിസാത്ത് ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ പ്രകടിപ്പിച്ചു. കുറച്ച് ആളുകൾക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ ക്രിസ്തുവാണെന്ന്. അങ്ങനെ കൂടെ കൂട്ടി നടന്നതോടുകൂടി സഭ ഉണർന്നു പ്രവർത്തിക്കുകയും സഭ ക്രിസ്തുവിനെ മതദ്രോഹിയായി പ്രഖ്യാപിച്ച് വിചാരണ നടത്തുകയും ജയിലിലടക്കുകയും ചെയ്തു. വിചാരണ നടത്തിക്കഴിഞ്ഞാൽ കത്തിച്ചു കൊല്ലലാണ്, പലപ്പോഴും ചുട്ടുകൊല്ലലാണ്. കാരണം പിശാച് ബാധിച്ചിട്ടുണ്ട്. പിശാചിനെ പുറത്തിറക്കണമെങ്കിൽ, നശിപ്പിക്കണമെങ്കിൽ കത്തിക്കുകയല്ലാതെ വഴിയില്ല. അങ്ങനെ എത്രയോ ആളുകളെ ചുട്ടുകൊന്നിട്ടുണ്ടെന്നേ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കത്തിച്ചു കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ജയിലിലടച്ച സമയത്ത് ശിക്ഷ നടപ്പിലാക്കേണ്ടതിന്റെ തലേന്ന് ഗ്രാൻഡ് ഇൻക്വിസിറ്റർ, ഈ ഇൻക്വിസിഷന് പ്രാധാന്യം കൊടുത്ത പ്രധാനപ്പെട്ട ഇൻക്വിസിറ്റർ ക്രിസ്തുവിനെ കാണാൻ വരുന്നു. വന്നിട്ട് പറയാണ്, എന്താണ് നീ ഈ ക്രിസ്തുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻക്വിസിറ്റർ പറയാണ് അദ്ദേഹത്തോട്, വിചാരണ നടത്തി ശിക്ഷ വിധിച്ചിട്ടുള്ള ഇൻക്വിസിറ്റർ ക്രിസ്തുവിനോട് പറയാണ്, നീ ക്രിസ്തുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉടനെ ക്രിസ്തു ചോദിച്ചു, പിന്നെന്തിനാ എന്നെ വിചാരണ നടത്തി ശിക്ഷയ്ക്ക് വിധിച്ചത്? സഭയ്ക്ക് ഇപ്പോ ഒരു ക്രിസ്തുവിന് ആവശ്യമില്ല. അതാണ് കാരണം. സഭക്ക് ഇപ്പോ ഒരു ക്രിസ്തുവിന് ആവശ്യമില്ല. നമ്മളൊരു ക്രിസ്തുവിനെ നിർമ്മിച്ച് വിശ്വാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ സംതൃപ്തരായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഭദ്രമാണ്. നമ്മുടെ അധികാരവും നമ്മുടെ നിലപാടും നമ്മുടെ നിലനിൽപ്പും ഒക്കെ ഭദ്രമാണ്. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത മാത്രമല്ല, നീ പണ്ട് പറഞ്ഞതിൽ തന്നെ നമ്മൾ ഇടങ്ങാറായിട്ടാണ്. നീ പറഞ്ഞല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അപ്പം വളരെ പ്രധാനമാണ്. പ്രലോഭനത്തിലൂടെ അല്ലാതെ ഒന്നും നിലനിൽക്കില്ല എന്ന് സഭക്കറിയാം. പക്ഷെ നീ ആ വർത്താനം പറഞ്ഞത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പാടുപെടുന്നുണ്ടെന്നറിയോ എനിക്ക്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിന്റെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നമുക്ക് വലിയ ബാധ്യത സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇൻക്വിസിറ്റർ അവസാനം ഒരു കാര്യം ചെയ്തു. ജയില് തുറന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇറങ്ങി പോയിക്കോ, പക്ഷെ ഇങ്ങോട്ട് വരരുത്, ശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തലേന്ന്. അപ്പൊ ആ ഇൻക്വിസിറ്ററെ കെട്ടിപ്പിടിച്ചിട്ട് ഈ ക്രിസ്തു അദ്ദേഹത്തിന് ഒരു ഉമ്മ കൊടുത്തു. ആ ഉമ്മ കൊടുത്തതിനെ സംബന്ധിച്ച് ഇവരെ തത്വശാസ്ത്രപരമായ ചർച്ചകളുണ്ട്. നമ്മൾ അതിലേക്കല്ല പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്നു, ഇപ്പോഴെങ്ങാനും ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വന്ന പ്രവാചകൻ തിരിച്ചു വരികയാണെങ്കിൽ, നമ്മളൊക്കെ മസീഹ് തിരിച്ചു വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുന്നവരാണല്ലോ. വന്നു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഞാൻ എന്തായിരിക്കും, എവിടെയായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് രസകരമാണ്. മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നമ്മൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണമെങ്കിലും നമ്മുടെ യഥാർത്ഥ ദൗത്യത്തിലേക്ക് ഉയരണമെങ്കിലും കാലികമായിട്ട് അതിനെ മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ മിഷൻ, പ്രവാചകന്മാർ നമ്മോടൊപ്പമുണ്ട്, അഥവാ നമ്മൾ അവരോടൊപ്പമാണ്. ഈ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ, ആ ഒരു ആമുഖത്തിൽ നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം പൊതുവായിട്ട് പരിശോധിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവര് നമ്മളോടൊപ്പം എന്ന് മാത്രമല്ല. മുമ്പൊരിക്കൽ സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്. ഈ ചലച്ചിത്രകല ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. ഒരു ഉദാഹരണം എന്ന നിലക്ക്, ഒരു മാതൃക, ആവിഷ്കാര മാതൃക എന്ന നിലക്ക് മാത്രം പറയുന്നതാണ്, അല്ലാതെ അതിന്റെ കർമ്മശാസ്ത്ര വിധിയൊന്നും ഇവിടെ പറയുന്നതല്ല. അപ്പൊ ചലച്ചിത്രകലയിൽ ഒരു ഇസ്ലാമിക് റിയലിസം എന്നൊരു കാറ്റഗറൈസേഷൻ സാധ്യമാണെങ്കിൽ അതില് ഒന്നാമത് വരേണ്ട ഒരു പേരുകാരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ടർക്കിഷ് ഫിലിം മേക്കർ സെമി കപ്ലനോവ്ലു എന്ന് പറഞ്ഞിട്ട് ഒരാൾ. ഇദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിയാണ് ദി ഗ്രെയിൻ, ധാന്യം എന്നാണ്. അത് പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കാലഘട്ടത്തിൽ,
പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സർവനാശം സംഭവിച്ചതിന് ശേഷമുള്ള ഒരു കാലത്ത് ജീവിക്കുകയാണ്. അവിടെ ഒരു കുഴപ്പം വന്നു, മനുഷ്യന്മാർക്ക് തിന്നാൻ കിട്ടുന്നില്ല, ധാന്യങ്ങളൊന്നും മുളക്കുന്നില്ല. അക്കാലത്തുള്ള ധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ടെർമിനേറ്റർ സീഡ്സ് എന്ന് പറയുമല്ലോ നമ്മൾ, അന്തക വിത്തുകൾ. യഥാർത്ഥത്തിൽ വിത്തുകൾ അന്തകരല്ല, ശാസ്ത്രജ്ഞന്മാരാണ് അന്തകര്, അവരങ്ങനെ ആക്കി തീർക്കുന്നതാണല്ലോ. പക്ഷെ വിത്തിനാണ് ടെർമിനേറ്റർ എന്നുള്ള പേരുള്ളത്. അപ്പോൾ ആ ടെർമിനേറ്റർ സീഡ്സ്, അതിനൊരു ജനിതക കുഴപ്പം സംഭവിച്ചതോടുകൂടി പിന്നെ അങ്ങോട്ട് സംഗതി ഒന്നും ശരിയാവുന്നില്ല. അതിന്റെ പരിഹാരം തേടി പോവുകയാണ് ഒരാൾ. അപ്പോഴാണ് മറ്റൊരു പഴയ ഒരു ജനറ്റിസിസ്റ്റ്, അദ്ദേഹം നിലനിൽക്കുന്ന മാമൂലുകളെ വെല്ലുവിളിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്തിട്ട് നാടുവിട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അയാളെയും തേടി പോവാണ്. അയാളെയും തേടി പോയി അയാളെ കണ്ടുമുട്ടുമ്പോൾ ഇയാൾ ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ മറ്റേയാൾ വിസമ്മതിക്കുന്നു, പറ്റില്ല എന്ന് പറയുന്നു. നിനക്ക് എന്റെ കൂടെ ക്ഷമയോടുകൂടി നിൽക്കാൻ പറ്റില്ല, അതാണ് അയാളുടെ വാദം. നിനക്ക് എന്റെ കൂടെ ക്ഷമയോടുകൂടി നിൽക്കാൻ പറ്റില്ല, ഞാൻ പലതും ചെയ്യും, പലതും പറയും, അതൊന്നും കണ്ടിട്ട് ക്ഷമിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെയധികം ത്യാഗം സഹിച്ചിട്ട് നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് അയാള് പിന്നെ ഈ വെള്ളത്തിലൂടെ പിന്നെ ഒരു ബോട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ ചാടി ഇറങ്ങി നീന്തി ബോട്ടിൽ കയറി പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കാണാം ഈ ബോട്ട് പിക്കാസ് കൊണ്ട് വെട്ടിപ്പൊളിക്കുകയാണ്. അപ്പൊ അതിനൊരു ദ്വാരം ഉണ്ടാക്കാണ്. അപ്പൊ ആ സമയത്ത് ഇയാൾ ചോദിച്ചു, നിങ്ങളെന്താ ഈ പണിയെടുക്കുന്നത്, നമ്മുടെ രണ്ടുപേരും മുങ്ങിപ്പോയില്ലേ? അപ്പൊ ഒന്നും ചോദിക്കില്ല, ഒന്നും പറയില്ല എന്നുള്ള കരാറോട് കൂടിയാണല്ലോ കയറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 1-2 സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. അതിനൊക്കെ വളരെ കൃത്യമായ പശ്ചാത്തലം അതിൽ പറയുന്നുണ്ട്. ഈ പശ്ചാത്തലം, ഈ സംഭവത്തെ വിശദീകരിച്ച രീതി, അത് വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷനോട് കൂടി വിശദീകരിച്ചത് കണ്ട നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് ഈ തുടക്കം തന്നെ മനസ്സിലാവും കഥ ഏതാണ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിലെ ഈ നേരത്തെ സൂചിപ്പിച്ച അതേ സംഭവം, മൂസാ നബിയുടെയും ഖിളിറിന്റെയും സംഭവത്തെ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് കാലഘട്ടത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയും 2 ജനിതക ശാസ്ത്രജ്ഞരെ മൂസാ നബിയുടെയും ഖിളിറിന്റെയും സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കും. ഇങ്ങനെ പിന്നെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കർമ്മശാസ്ത്ര ചർച്ചയല്ല ഇവിടെ വിഷയം. അവിടെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ്. അതിലൂടെ ജീവനുള്ള വിത്ത് കണ്ടെത്തുകയാണ്. ഇവരുടെ ഭക്ഷ്യക്കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് ആ വിത്തും വളരെ പ്രതീകാത്മകമാണ്. ജീവനുള്ള വിത്ത് കണ്ടെത്തുകയാണ്. ഈ അന്തക വിത്തല്ലാത്ത വീണ്ടും മുളക്കുന്ന പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന വിത്ത് കണ്ടെത്തുകയാണ്. ആ വിത്തുമായിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു വിത്ത് ഹിദായത്തിന്റെ, റഹ്മത്തിന്റെ, ഇവിടെ പറഞ്ഞ ഹുദം റഹ്മത്തൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ പ്രതീകമായിട്ട് അത് മാറും. ഇത് വായനയുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ രൂപത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തെ വായിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ വായിക്കാൻ നമ്മൾ ശീലിക്കണം. അങ്ങനെ വായിച്ചേ മതിയാകൂ. പ്രത്യേകിച്ചും പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ പ്രവാചകന്മാരുടെ നിലപാടുകൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അഭിമുഖീകരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയമാണല്ലോ. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.